തൃശൂരിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് മതത്തിനും മതവും ജാതിക്ക് ജാതിയും പറഞ്ഞ് ഏറ്റവും വലിയ കപട നാട്യക്കാരനായി മാറിയ TN പ്രതാപൻ ഇക്കുറിയും എല്ലാവരെയും പറ്റിച്ച് ജയിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ സുരേഷ് ഗോപിക്ക് മുമ്പിൽ പ്രതാപൻ തോറ്റമ്പുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമായപ്പോൾ അവസാന പരീക്ഷണം എന്ന നിലയിൽ അവർ മുരളീധരനെ ഇറക്കിയതാണ്. ആ കലിപ്പ് തീർക്കാൻ പ്രതാപൻ ചില്ലറ പണിയൊന്നുമല്ല ചെയ്തത്. മുരളീധരനൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും തന്റെ പതിവ് കപടനാടകം അഭിനയിച്ച പ്രതാപൻ ഒതുക്കത്തിൽ മുരളീധരനിട്ട് പണി കൊടുത്തു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നാട്ടികയിൽ മുരളീധരന് കിട്ടിയ ദയനീയമായ വോട്ടുകളാണ്. നാട്ടികയിൽ മുരളീധരൻ മൂന്നാമതെത്തിയെന്ന് മാത്രമല്ല, സുരേഷ് ഗോപി നേടിയതിന്റെ പകുതിയോളം വോട്ട് മാത്രമാണ് നേടിയത്. പ്രതാപന്റെ സ്വന്തം തട്ടകമായ നാട്ടികയിലും ധീവരസഭയ്ക്ക് സ്വാധീനമുള്ള പുതുക്കാടുമൊക്കെ അതിദയനീയമായി മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയതും സുരേഷ് ഗോപി അവിടെയെല്ലാം കിരീടം നേടിയതും പ്രതാപന്റെ കാലുവാരൽ തന്നെയാണ് എന്ന് കോൺഗ്രസുകാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇക്കാര്യം വ്യക്തമായി തന്നെ മുരളീധരന്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ പറഞ്ഞതാണ്.